ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പക നിന്റെ ഉള്ളിൽ എപ്പോഴും വേണം. എന്നിട്ട് സൗകര്യം കിട്ടുമ്പോ ഇല്ലാതാക്കി കളയണോ അവളെ. അത് ഞാൻ ഏറ്റു മുത്തശ്ശി. ഒരവസരത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നെ. ആരെയും നിസ്സാരോട്ട് കാണരുതെന്ന് മാഡത്തിന് ഇപ്പൊ മനസ്സിലായോ? മാഡത്തിന്റെ നായിക പദവി നിലനിന്നത് ആ കുട്ടി കാരണോ? ആ കുട്ടിയോട് ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ? ഞാൻ ആരോട് നന്ദി പറയണോന്നേ ഞാൻ തീരുമാനിച്ചോളാം. അവരൊക്കെ ഹാപ്പിയാ. അവര് ഹാപ്പിയാ, പക്ഷെ ഞാൻ ഹാപ്പിയല്ല. അതെന്താ? എല്ലാവരോടും ഇളിച്ചു കാണിച്ച് നടക്കണ്ട. പിന്നെ വേഷം ചെയ്യാൻ പറ്റുമെന്ന് വീണ്ടും ഡയറക്ടർ ചോദിക്കും. അവസാനം ഞാൻ അങ്ങ് സമ്മതിച്ചു പോയിന്ന് പറയരുത്. ഇതേ എന്റെ സിനിമയാ, എന്റെ ആഗ്രഹമാ. എന്റെ മറ്റുള്ള ആഗ്രഹങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്ന പോലെ ഇതുകൂടി തട്ടിപ്പറിക്കാൻ നോക്കരുത്. പിന്നെ സഹായിച്ചത് വലിയ കാര്യമായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് ചേച്ചിയുടെ ഡ്യൂട്ടി മാത്രമാ. എന്താ മനസ്സിലായോ? സമയം എത്രയായി എടുത്തി? ഇത്ര നേരമായിട്ടും പ്രിയങ്കയ്ക്ക് വരാറായില്ലേ? എല്ലാത്തിനും ഏട്ടത്തി തന്നെ പറഞ്ഞാ മതി. രാധിക അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പ്രിയങ്ക അയക്കേണ്ട കാര്യം എന്താ? പ്രിയങ്ക മോളും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞോണ്ടാ. അവൾ ഈ പറയുന്ന മ്യൂസിക് സ്കൂളില്ലേ, അവിടെ ഒരുത്തി ഉണ്ട്, അവളുടെ ഫിദ മാഡം. അവളുടെ കെയർടേക്കറാ. മോള് പോലെയാ കാണുന്നതെന്നാ അവള് പറഞ്ഞിരിക്കുന്നത്. അവളുടെ സഹായത്തോടെ പ്രിയങ്ക മോൾ എന്തേലും ചെയ്താലോ? നഷ്ടമേ നമുക്കാ. അവര് വരട്ടെ, നമുക്ക് ചോദിക്കാം. ചേച്ചി, ആരെങ്കിലും വൈകിയതിന്റെ കാരണം ചോദിച്ചാ റിഹേഴ്സലും നീണ്ടുപോയതാണെന്ന് പറയണം, കേട്ടല്ലോ? വാ. എവിടെയായിരുന്നു ഇതുവരെ? അത് റിഹേഴ്സൽ തീരാൻ സമയം വൈകി. ഈ പറയുന്ന സ്ഥലത്ത് സമയം നിശ്ചയിക്കുന്നത് നീയല്ലേ? അപ്പോ വൈകുന്നതും വൈകാത്തതും ഒക്കെ നീ തന്നെയാണല്ലോ നിശ്ചയിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നീ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോണ്ട. അയ്യോ അമ്മേ, പ്രിയങ്ക കണിമംഗലത്തെ മരുമകളാ. ഇവളുടെ സമയവും സൗകര്യവും ഒക്കെ നോക്കി മതി എന്ത് റിഹേഴ്സലും. അല്ലെങ്കിലും അവിടെ പോയി ഡാൻസ് കളിച്ചിട്ട് പ്രിയങ്കയ്ക്ക് പത്മശ്രീ വാങ്ങിച്ചു കൊടുക്കാൻ പോവല്ലേ? പ്രിയങ്കേ, നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്തേലും ഉണ്ടെങ്കിൽ പറയണം. ഇവളോ ഇവളുടെ ആളുകളോ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കില് അങ്ങനെ ഒരു സ്ഥാപനം ഇനി അവിടെ ഉണ്ടാവില്ല. അത് ഞാൻ ചെറിയച്ഛനെ കൊണ്ട് ചെയ്യിച്ചോളാം. അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും പ്രിയക്ക് അവിടെ ഇല്ല. ഇനി മുതൽ സമയം വൈകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അകത്തേക്ക് ചെല്ലുമോളെ. എനിക്കിത് ആവശ്യമില്ലാത്ത കാര്യമായിട്ടാ തോന്നുന്നത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മോളെ, എന്തായി നിന്റെ സിനിമയുടെ കാര്യം? ലൊക്കേഷനിൽ നിന്ന് ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ മുത്തശ്ശി.
അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നും. രാധികാ മാഡത്തിന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പോവല്ലേ ഞാൻ. ഇന്ന് ഞങ്ങൾ എത്തിയപ്പോ കുറച്ച് വൈകി. അതിന്റെ പേരില് ചേച്ചിക്ക് നന്നായിട്ട് വഴക്ക് കേൾക്കുകയും ചെയ്തു. ആ കേക്കട്ടെ, അതിന് അവൾക്ക് അർഹതയുണ്ടല്ലോ. എന്ത് കാര്യം ഉണ്ടായാലും അവളുടെ തലയിൽ വെച്ച് കെട്ടിക്കണം. ഓരോരുത്തരായി വെറുക്കട്ടെ ആ പിശാചിനെ. ഇനി വെറുക്കാൻ ഒന്നുമില്ല മുത്തശ്ശി. എല്ലാവർക്കും വെട്ടി അരിഞ്ഞു കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അത് നിത്യേന ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് തട്ടിയെടുക്കാൻ നോക്കിയ ആളല്ലേ, വിട്ടുകൊടുക്കില്ല ഞാൻ. മിടുക്കി. ഈ പക നിന്റെ ഉള്ളിൽ എപ്പോഴും വേണം. എന്നിട്ട് സൗകര്യം കിട്ടുമ്പോ ഇല്ലാതാക്കി കളയണോ അവളെ. അത് ഞാൻ ഏറ്റു മുത്തശ്ശി. ഒരവസരത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നേ. ഉം. ശ്യാമ, ഞാനൊരു കാര്യം പറഞ്ഞ ടെൻഷൻ ആവരുത്. എന്താ അടുത്തേ? രാധിക ഇപ്പോ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ലീവ് എടുക്കുന്നുണ്ട്. എന്താ പ്രശ്നമൊന്നും അറിയില്ല. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അടുത്തേ. എന്താന്ന് ചോദിച്ചറിയണം. ഇനിയിപ്പോ അവള് നിൽക്കുന്ന കണിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ വേറെ എന്തെങ്കിലും? ചോദിക്കുന്നത് നല്ലതാ. എടുത്തേ, അതാരാ നോക്കൂ. ആ, ശ്യാമ മേഡം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ. നമസ്കാരം മേഡം. നമസ്കാരം. മേഡം സുഖല്ലേ? അതെ. എങ്ങനെ പോകുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഓക്കെയാണ്, എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ മേഡം. ഉം. അതുകൊണ്ടാ മേഡത്തെ കാണാൻ ഇറങ്ങാൻ വൈകിയത്. ഓ, ഇരിക്കും രണ്ടുപേരും. സത്യം പറഞ്ഞ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ശ്യാമ മേഡത്തിനെ കാണാൻ ഫിക്സ് ചെയ്തിരുന്ന ഞാൻ. അതിനിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വന്നപ്പോ സമയം ഒരുപാടായി. നാളെ നമ്മുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് അല്ലേ? അതിനു മുമ്പ് മേഡത്തെ വന്നത് കാണാതിരിക്കുന്നത് എങ്ങനെയാ? സിനിമയുടെ തിരക്കുകളൊക്കെ എനിക്കറിയാലോ. മാത്രമല്ല ജഗദീഷ് എന്റെ സ്വന്തം കുട്ടിയല്ലേ.